നിസാറേ, ഞാൻ എന്നെ കാണാൻ വേണ്ടി കാത്തിക്കുന്നു. എടാ, ഞാനും എന്റെ കാരണവല്ലായിട്ട് ഇടപാടുണ്ടായിരുന്നു ഒരു 25,000 റുപ്യ. അപ്പൊ പള്ളിക്ക് നിജാണ് ബാധ്യതകളൊക്കെ ഏറ്റെടുത്തതെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ ആ പൈസന്റെ കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. എന്തിനാണാവല്ലേ വാങ്ങിയത്? ഞാൻ അറിഞ്ഞിട്ടില്ല. അതെ, അതോ പെരുന്നാള് പ്രമാണിച്ച് കടയിൽ സ്റ്റോക്ക് ഇറക്കണം എന്ന് പറഞ്ഞിട്ടേ. അപ്പൊ അതിന് പൈസ ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഒരു ചെറിയ തിരുമറി എന്ന് പറഞ്ഞ് വാങ്ങിയതാ. ശരി. പക്ഷെ പെരുന്നാളിന്റെ മുമ്പ് തന്നെ പോകും. അതെ, ഓനിപ്പോ പെരുന്നാള് കൂടിയിട്ടില്ലല്ലോ. അതിന്റെ ഇടക്കല്ലേ ഇപ്പൊ ഓന്റെ മരണം ഉണ്ടായത്. ഓന്റെ ബാധ്യതകളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ കുട്ടികളും ഇപ്പൊ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഓന്റെ കുട്ടികളെയും താത്താനെയും നോക്കേണ്ട ഒരു ബാധ്യത എനിക്കില്ലേ. പിന്നെ എന്നെ സഹായിക്കേണ്ട ആള് ഓനെ. എന്താ ചെയ്യാ? എടാ, ഞാനാണ് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കാരണം എന്താ വെച്ചാൽ എന്റെ വീട് കണക്കറിയാലോ, ഒരു ഓടിട്ട വീടാ. അതൊന്ന് പൊളിച്ച് മേണം എഴുതിയാണ്ട് വെച്ച പൈസയാണ്. അപ്പൊ ഓനൊരു അത്യാവശ്യം പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ കൊടുത്തതാണ്. എന്തായാലും ഞങ്ങൾക്ക് തരും. എനിക്ക് കുറച്ച് സമയം തന്നാ മതി. ആയിക്കോട്ടെ, എന്തായാലും എന്റെ ആക്കത്തിനൊക്കെ കൊണ്ടാ. സാറേ, എന്താ ഒരു പൈസന്റെ കാര്യം സംസാരിച്ചു? എന്താ സംഭവം? എന്താണ്? കാരണം ഒരു മരിച്ചപ്പോഴേ പള്ളിക്കന്റെ ബാധ്യത ഏറ്റെടുത്തത് ഞാനാണല്ലോ. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ചു വരികയാണ്. ഇപ്പൊ 2 മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് ഓരോരുത്തർ ചോദിച്ചിങ്ങനെ വരുന്നത്. അത് അങ്ങനെ തന്നെയാണ് എല്ലായിടത്തിലും സംഭവം. അപ്പൊ നമ്മള് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളത് ആരും പറയില്ല. പക്ഷെ നമ്മള് 10 റുപ്യ ആർക്കെങ്കിലും കൊടുക്കാണ്ടോ, അതുപോലെ നമുക്കൊരു തൊഴിലും തരൂല്ല. നിസാറേ, അവിടെ ഒരു കാര്യം പറയാണ്ട്. നിസാറേ, ഇത് ആ പൈസേന്റെ കാര്യത്തിൽ ഒരു മാസം ഡേറ്റ് പറഞ്ഞാണ്. ഇപ്പൊ മാസം 2 എന്താണ് പരിപാടി? 4 ആള് കൂടുന്നോടത്ത് പറഞ്ഞാ പോരാ, കൊടുക്കാനും പഠിക്കണം. ഞാങ്ങൊക്കെ തരൂല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് സമയമല്ലേ ചോദിച്ചിട്ടുള്ളൂ. എന്റെ അക്കാക്കൊക്കെ ഖബറിൽ കുറച്ച് സമാധാനം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഏറ്റെടാണിത്. നിങ്ങൾ ഓന് കുറച്ച് സമയം കൊടുക്കും, ഓനെ തരും. ഒന്നുമില്ല, നിങ്ങൾ മുനിയന്റെ ചങ്ങായിമാരല്ലേ. അതൊന്നും ഇതിൽ പറയാൻ പറ്റൂല. ചെങ്ങായിമാരും കൂട്ടും കുടുംബൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്റെ പൈസ ഇടണം. നിങ്ങൾ അങ്ങനെ പറയല്ലേ. ചൂടായതുകൊണ്ട് ഇതൊരു കാര്യമല്ല. കാരണം എന്താ വെച്ചാല് ഓന് ഒരുപാട് ആൾക്കാർ കൊടുക്കാണ്ട്, അത് ഓനെ എഴുതി വെച്ചിട്ടില്ല. പോരാത്തതിന് ഇത് ആരെ കൊടുക്കേണ്ടത് ഇവൻ അറിയൂല. പിന്നെ അത് കിട്ടാല്ലോ ഒരു കംപ്ലീറ്റ് വന്ന് ചോദിക്കണ്ടവനോട്. പക്ഷെ എന്നാല് ഇവന്റെ ജ്യേഷ്ഠന് കൊടുക്കാനുള്ളത് ഒരു മനുഷ്യൻ വന്ന് പറയുന്നില്ല. അതാണ് അവസ്ഥ. ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്കുള്ള അനുഭവത്തിൽ വരും. എന്റെ കുടുംബത്തിലും നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒരു അനുഭവം വരും. കാരണം നമ്മൾക്കും കൂട്ടം കുടുംബം എല്ലാവരും നമ്മളും നിങ്ങളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാല് നന്ന്. ആ